അപ്പോൾ ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ പ്രോബ്ലം എഴുതിയെടുത്തോളൂ. എ ബീം 10 meter ലോങ് ആൻഡ് സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് ഈച്ച് എൻഡ് has a uniformly distributed load of 1000 Newton per meter extending from the left end up to the center of the beam. There is also an anti-clockwise couple of 15 kilonewton meter at a distance of 2.5 meter from the right end. Draw the shear force and bending moment diagram. അപ്പോൾ ഇവിടെയും കപ്പിൾഡ് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നേരത്തെ ഞാൻ ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കപ്പിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കൂടി കയറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിവിടെ പ്രോബ്ലം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹിഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ഹിഞ്ച് ഉണ്ട്, ഇതൊരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു കപ്പിളുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടം വരെ 5 മീറ്റർ, ഇവിടെ നിന്ന് ഇവിടം വരെ 2.5, ഇവിടെ നിന്ന് ഇവിടം വരെ 2.5. അപ്പോൾ ആ പടത്തിന് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്താ, റിയാക്ഷൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഹിഞ്ച് മാറ്റിയിട്ട് ഞാൻ റിയാക്ഷൻസ് RB എന്ന് എഴുതി, വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് റിയാക്ഷൻസ് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ റിയാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതാണ് നമ്മുടെ ഫിഗർ അല്ലേ. ഈ ഫിഗർ വെച്ചിട്ട് വേണം നമുക്ക് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ മൊമെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 6×0 അല്ലേ. 6×0 മൈനസ് 1000×5×5/2, 1000×5, പിന്നെ ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളത് 5/2. അപ്പോൾ അങ്ങനെയാണ് 5/2 വരുന്നത്. പ്ലസ് 15,000. ഇവിടെ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ നേരത്ത് കപ്പിളിനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണല്ലേ. അപ്പോൾ അതെന്തായി, പ്ലസ് 15,000 പ്ലസ് RB×10, അതായത് RB×10 അല്ലേ. അപ്പോൾ അത് പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് RB×10 = 0. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടും, RB -250 കിട്ടും. പിന്നെ അത് മാത്രമല്ല നമുക്ക് RA + RB എന്താണെന്നറിയാം. RA + RB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലോഡ് എത്രയാണ്, ടോട്ടൽ ലോഡ് ഇത് മാത്രമേ ഉള്ളൂ, 1000 Nm/m മാത്രമേ ഉള്ളൂ. അപ്പോൾ 1000×5 ആണ് അല്ലേ, 1000×5 മാത്രമേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് ആക്ട് ചെയ്യണ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000×5 അപ്വേർഡ് RA + RB. അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്തെഴുതി, RA + RB = 1000×5 എന്ന് എഴുതി, 5000 ആയി അല്ലേ. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും RB നമ്മൾ കണ്ടുപിടിച്ചു, ഇപ്പോൾ -250 എന്ന് കണ്ടുപിടിച്ചു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി, RA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 5215 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ RA + 5250, RB എത്രയാണ്, -250 ആണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഡയറക്ഷൻ ഡൗൺവേർഡ്സ് ആണ്. അപ്പോൾ നമ്മളെങ്ങനെ പടത്തിനെ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. അതാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ RB മുകളിലോട്ടായിട്ടാണ് എടുത്തത്, പക്ഷേ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും RB -250 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മോഡിഫൈഡ് പടം വരയ്ക്കണം. RB താഴോട്ട്, RA പ്ലസ് ആയതുകൊണ്ട് മുകളിലോട്ട് തന്നെ പ്ലസ് 5250, ഇത് മൈനസ് ആയതുകൊണ്ട് നമ്മൾ താഴോട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിയാക്ഷൻസ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത് വേണ്ടത് ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻസ് ആണ്. ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെ. RA ലെഫ്റ്റ് 0, RA റൈറ്റ് നോക്കാം, പടം നോക്കാം. അല്ലേ, ഇതാണ് നമ്മുടെ പടം. ഇതാണ് RA ലെഫ്റ്റ് 0, RA റൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് അപ്വേർഡ് ലെഫ്റ്റ്, അപ്പോൾ പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് 5250 എന്ന് എഴുതി. പിന്നെ വരുന്നത് RC അല്ലേ, RC ഈ RC ലെഫ്റ്റ് എന്തായിരിക്കും,
ആർ സി ലെഫ്റ്റിൽ ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ പ്ലസ് 5250, പിന്നെ താഴോട്ട് മൈനസ് 1000 × 5 അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 250 ന്യൂട്ടൺ എന്ന് കിട്ടി ആർ സി ലെഫ്റ്റ്. ഇനി ആർ സി റൈറ്റ് നോക്കിയാലോ, ഇതിൻ്റെ റൈറ്റ് നോക്കി കഴിഞ്ഞാലോ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പോൾ അത് തന്നെയായിരിക്കും ആർ സി റൈറ്റ് പ്ലസ് 250 ന്യൂട്ടൺസ് തന്നെയായിരിക്കും. പിന്നെ ആർ ഡി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആർ ഡി ലെഫ്റ്റ് ഒന്നുമില്ല, അത് തന്നെ. അപ്പോൾ എത്രയാണ് ആർ ഡി ലെഫ്റ്റ് പ്ലസ് 250 ന്യൂട്ടൺ തന്നെ. ആർ ഡി റൈറ്റ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രയും തന്നെ ഉള്ളൂ. നമ്മൾ കപ്പിൾ കൺസിഡർ ചെയ്യില്ല, ഷിയർ ഫോഴ്സ് അല്ലേ. അപ്പോൾ അവിടെയും 250 തന്നെ. അപ്പോൾ ആർ ഡി റൈറ്റും 250 തന്നെ. പിന്നെ ആർ ബി ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബിയുടെ ലെഫ്റ്റിലും അതുപോലെ തന്നെ 250. പക്ഷെ റൈറ്റിലേക്ക് പോകുമ്പോൾ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് 250 താഴോട്ട് വരും. ഓക്കെ, അപ്പോൾ മൈനസ് 250 ഇവിടെ വരും. അപ്പോൾ ആർ ബി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 250 മൈനസ് 250 0 ആയി മാറി. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ പറയുക, എല്ലാ ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻസും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് വീണ്ടും ഫിഗറിലേക്ക് പോവാം. ഇതാണ് ഫിഗർ. ഈ ഫിഗറിൽ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ എന്ന് പറഞ്ഞ സ്ഥലത്ത് 0 ആണ് അല്ലേ. പിന്നെ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി എന്തായിരിക്കും? ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി 6 × 5 അല്ലേ. 6 × 5 മൈനസ് 1000 × 5 ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 2.5 ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇൻറ്റു 2.5 എന്ന് എടുക്കണേ അല്ലേ. 5 × 5/2 എന്ന് പറഞ്ഞാൽ 2.5. അങ്ങനെ 13,750 എന്ന് കിട്ടും ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി അല്ലേ. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി കിട്ടും. ഇനി ബെൻഡിങ് മൊമെൻറ്റ് ഡി നോക്കിക്കഴിഞ്ഞാൽ ഡിയിലാണ് കപ്പിൾ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവും കപ്പിളിൽ. അപ്പോൾ ആ ഡ്രാസ്റ്റിക് ചേഞ്ച്